ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിങ്ങളുടെ മധ്യേ എൻ്റെ അനുഭവസാക്ഷ്യമായിട്ട് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വിലയേറിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ അനുഭവസാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ചിട്ട് ഞാൻ എൻ്റെ അനുഭവസാക്ഷ്യത്തിലേക്ക് കടക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച ആ മഹാസ്നേഹമാണ് ഞങ്ങളെയും വീണ്ടെടുക്കുവാനിടയായത്. ആ സ്നേഹം കൊണ്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മധ്യേ ഒരു സാക്ഷ്യമായിട്ട് നിൽക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചിരിക്കുന്നത്. എൻ്റെ പേര് അനി താംസൺ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിൽ കുറ്റിച്ചൽ വില്ലേജിലെ കോട്ടൂർ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്, ഞങ്ങൾ താമസിച്ചത്. അവിടെ ഞങ്ങൾ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 5 മക്കളാണ്. അതിൽ 4-ാമത്തെ ഒരാളാണ് ഞാൻ. മൂത്തത് 3 സഹോദരിമാരും ഞാനും എൻ്റെ അനുജനും. ഞങ്ങളങ്ങനെ 5 പേരും മാതാപിതാക്കളുമായിട്ട് 7 പേരും അങ്ങനെ ജീവിപ്പാനിടയായി തീർന്നു. ഞാൻ അറിവാകുന്ന സമയം മുതലേ എൻ്റെ മാതാപിതാക്കൾ അവരന്യ ദൈവങ്ങളെ സേവിച്ച് മുന്നോട്ട് വരുന്നതാണ് കാണുവാനായിട്ട് സാധിച്ചത്. എൻ്റെ കുഞ്ഞു പ്രായത്തിൽ കണ്ടു വളർന്ന 2 കാര്യമാണ്. ഒന്ന്, എൻ്റെ മാതാപിതാക്കൾ അന്യദൈവങ്ങളെ സേവിക്കുന്നതും. 2, എൻ്റെ പിതാവ് ഒരു ഫുൾ മദ്യപാനിയായിരുന്നു, അതുപോലെ കഞ്ചാവ് വലിയും. ഇത് രണ്ടുമാണ് കണ്ട് വളരുവാൻ ഞങ്ങൾ ഇടയായി തീർന്നത്. അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് കടന്നു വരുമ്പോൾ ജീവിതത്തിലെ സമാധാനമില്ല, സന്തോഷമില്ല. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഞാൻ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി. ആ ക്ഷേത്രങ്ങളിൽ അന്യദൈവന്മാരെ സേവിച്ച് പൂജിച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടൊക്കെ പൂജ നടത്തുകയും അങ്ങനൊരു പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ വളരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ ഞങ്ങളും ആ കാലഘട്ടങ്ങളിൽ അതിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് അതിൻ്റെ മുൻപിൽ പോയി നമസ്കരിക്കുന്ന, അതിനെ സേവിക്കുന്ന ആ അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങളും വളരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ ജീവിതത്തിൻ്റെ നിലയിൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ജീവിതത്തിലൊരു സന്തോഷവും സമാധാനവുമില്ല. കാരണം പിതാവ് മദ്യപിച്ചു, കഞ്ചാവ് വലിച്ചു, കിട്ടുന്ന പണമെല്ലാം തീർത്ത് വീട്ടിലോട്ട് വരും. വീട്ടിൽ പട്ടിണിയുണ്ട്, പ്രയാസമുണ്ട്. അതുകൊണ്ട് ജീവിതം വല്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നാളുകൾ ജീവിതത്തിൽ പട്ടിണി കിടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഞങ്ങളങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോരുത്തരുടെ ആഗ്രഹം പോലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്കോ എനിക്കോ വേണ്ടുന്ന വിദ്യാഭ്യാസങ്ങളൊന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാതെ വന്ന സാഹചര്യം പിതാവിൻ്റെ മദ്യപാനവും കഞ്ചാവുമായിരുന്നു. കാരണം കിട്ടുന്ന കാശെല്ലാം മദ്യപിച്ച് കഞ്ചാവ് വലിച്ച് കൂട്ടുകാരുമായി തീർത്താണ് വീട്ടിലോട്ട് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ ഡ്രസ്സ് മേടിക്കുവാനോ പുസ്തകങ്ങൾ മേടിക്കുവാനോ ബാഗുകൾ മേടിക്കുവാനോ ഒന്നും പഠനത്തിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കൊന്നും ലഭിക്കാറില്ല. അതുകൊണ്ട് സഹോദരങ്ങളെല്ലാം അതാത് സമയങ്ങളുടെ പഠനങ്ങളെല്ലാം നിർത്തി. അപ്പോൾ ഞാനും കുറച്ച് നാളൊക്കെ പോയി. അപ്പോൾ ആ നാൾ വന്നപ്പോൾ എൻ്റെയും പഠനം അവസാനിക്കുവാനിടയായി തീർന്നു. എല്ലാ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഓരോരുത്തർ ചോദിക്കുമ്പോൾ, സാറന്മാരൊക്കെ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, എനിക്ക് ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, പിന്നെ പൈലറ്റ് ആകണം, പോലീസ് ആകണം. ഇങ്ങനെ പലരും പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഒരറിയപ്പെടുന്ന ഒരാളായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെയും വലിയൊരു ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹം എനിക്കുണ്ടെങ്കിൽ തന്നെയും എൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം കടന്നു വന്നപ്പോൾ അതെല്ലാം, ആ പ്രതീക്ഷയെല്ലാം അവസാനിക്കുവാനിടയായി തീർന്നു. കാരണം മാത്രമല്ല, എൻ്റെ പിതാവിൻ്റെ ഏറ്റവും മറ്റൊരു പ്രത്യേകത, പിതാവ് ഒരു അയ്യപ്പ ഭക്തനായിരുന്നു. അതുകൊണ്ട് എല്ലാ വർഷവും എൻ്റെ പിതാവ് ശബരിമലയ്ക്ക് പോകാറുണ്ട്. 18 പടിയുണ്ട് അവിടെ. അങ്ങനെ 2-3 പ്രാവശ്യത്തോളം ഈ 18 പടികൾ അങ്ങനെ കയറി അവിടെ പോയി തെങ്ങ് നടുകയും ഓരോ 18 പ്രാവശ്യമാകുമ്പോഴും തെങ്ങ് നടാറുണ്ട് അവിടെ പോയി. അതുകൊണ്ട് നടുകയും അങ്ങനെ മുന്നോട്ട് വരികയും ചെയ്ത വ്യക്തിയായിരുന്നു. പക്ഷേ ആ രോഗം തന്നെ വിട്ടു മാറിയിട്ടില്ലായിരുന്നു.
ആ അനുഭവത്തിലേക്കാണ്, ആ ഒരു ഭക്തനായതുകൊണ്ടാണ് എന്നെയും ആ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി അതിലേക്ക് എന്നെ നടത്തുവാനായിട്ട് ഇടയായിത്തീർന്നത്. അവിടെ ചെന്ന് പിതാവിൻ്റെ ഒരു രോഗം വന്നു, ഒരു വയറുവേദന. അതിനുവരെ അവിടെ ചെന്ന് ഉരുള് നേർച്ചയൊക്കെ നടത്തി എന്നിട്ട് വന്നു. ഇന്നലെ സൗഖ്യമൊന്നും ആയില്ല. എൻ്റെ പിതാവിൻ്റെ അതായിരുന്നു ഇഷ്ടം, അങ്ങനെ ചെയ്യുമായിരുന്നു. അതനുസരിച്ച് ഞാനും 1-2 പ്രാവശ്യം ഈ ശബരിമലയിലേക്ക് പോകുവാനിടയായി തീർന്നു. അവിടേക്ക് കടന്നുപോയി. അവിടെ പോയാൽ സന്തോഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത്, പക്ഷേ ആ പ്രതീക്ഷിച്ച സന്തോഷമൊന്നും അവിടെ ഇല്ല. ജീവിതത്തിൽ വീണ്ടും പോയി എല്ലാ വർഷവും പോയി മടങ്ങി തിരിച്ചു വരും. വീട്ടിൽ വന്നാൽ വീട്ടിൽ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. അങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങുകയായിരുന്നു. അങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകുമ്പോൾ എല്ലാവരുടെയും അതുപോലെ എൻ്റെ ആഗ്രഹമെല്ലാം പ്രതീക്ഷകളെല്ലാം തീർന്നു. അപ്പോൾ ഇനി എന്തു ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനെ മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് എൻ്റെ ഒരു ജ്യേഷ്ഠൻ, അദ്ദേഹം ഒരു വലിയ മന്ത്രവാദിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പലപ്പോഴും ഞങ്ങളുടെ വീട്ടിലോട്ട് വരികയും ഞാനുമായിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. ഒരു ദിവസം എന്നോട് ചോദിച്ചു, എന്താണ് നിൻ്റെ ജീവിതത്തിലെ ആഗ്രഹം, എന്താണ് കാര്യം, നിനക്ക് വിദ്യാഭ്യാസമൊന്നും നടത്താൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു മന്ത്രവാദിയാക്കാം, എന്നോടൊപ്പം വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനോടൊപ്പം ചേർന്ന് അദ്ദേഹത്തോടൊപ്പം പോയി ഈ മന്ത്രവാദത്തോടൊപ്പം ചേർന്ന് നിന്നു. അദ്ദേഹം തന്നെ എന്നെ കുറച്ച് കാര്യങ്ങൾ മന്ത്രത്തേക്ക് പഠിപ്പിക്കുവാനിടയായി. പഠിപ്പിക്കാൻ മാത്രമല്ല പറഞ്ഞു തരികയും അതനുസരിച്ചിട്ട് അദ്ദേഹം മന്ത്രവാദത്തിന് പോകുന്ന സ്ഥലത്തെല്ലാം അദ്ദേഹം എന്നെ കൊണ്ടുപോകാറുണ്ട്. എന്നെ കൊണ്ടുപോയി അവരോടൊപ്പം ഇരുത്തി എന്നെക്കൊണ്ട് മന്ത്രം ചെയ്യിപ്പിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ പോയി വന്നിട്ട് വലിയ ഈ വീടുകൾ വലിയ ഹോമങ്ങൾ പോലെ നടന്ന മന്ത്രമൊക്കെ നടത്തുമ്പോഴും എന്നെയും അതിലൊരാളായിട്ടിരുത്തി എന്നെക്കൊണ്ട് മന്ത്രം ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിലെ തൊട്ട് മുമ്പ് ആ വിദ്യാഭ്യാസത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ പറ്റാതിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ടായി. ഒരു ഭാഗത്ത് ഇതിൽ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇവരോടൊപ്പം ചേർന്ന് ഇതിനെ മന്ത്രങ്ങളൊക്കെ ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകുന്നു. എന്നാലും വീട്ടിൽ ഒരു സമാധാനമില്ല, വീട്ടിലൊരു സന്തോഷമില്ല. കാരണം എത്ര മന്ത്രവാദത്തിൽ പോയിട്ട് വരുമ്പോഴും വീട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ പ്രശ്നം കാണുമ്പോൾ, അവസ്ഥ കാണുമ്പോൾ വളരെ ഭാരമുണ്ട്. പക്ഷെ എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊന്നും ആ സമയങ്ങൾ ചിന്തിക്കാനോ മനസ്സിലാക്കുവാനോ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ സഹോദരിക്ക് രോഗമുണ്ടായി. ഈ കരൾ വേദന എന്ന രോഗമാണ്. ആ രോഗം എൻ്റെ സഹോദരിക്ക് ഉണ്ടായി. അതനുസരിച്ച് ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചു, ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടും രോഗം സൗഖ്യമാകുന്നില്ല. മാത്രമല്ല ഞങ്ങളാകുന്ന ഈ മന്ത്രവാദങ്ങൾ ഞങ്ങൾ ചെയ്തു. ഈ മന്ത്രവാദങ്ങൾ ചെയ്തിട്ടും സൗഖ്യമാകുന്നില്ല. അതുപോലെ എൻ്റെ മറ്റൊരു സഹോദരിക്ക് ഈ ശ്വാസം മുട്ടലിൻ്റെ രോഗം. അപ്പോൾ അതും ആശുപത്രി കൊണ്ടുപോയിട്ട് സൗഖ്യമാകുന്നില്ല. അതിനും മന്ത്രവാദങ്ങൾ ചെയ്തിട്ടും അതും സൗഖ്യമാകുന്നില്ല. ഒരു വല്ലാത്ത അവസ്ഥ. അപ്പോൾ എത്ര നോക്കിയിട്ടും അതങ്ങോട്ട് പറ്റുന്നില്ല. ഓരോ ദിവസം കഴിയും തോറും ഈ രോഗം വർദ്ധിച്ചു വരികയാണ്, കുറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ പണം തീരുന്നു, കാര്യങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെയായിരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചപ്പുറത്തായിട്ട് ഒരു പള്ളിപ്പുര, അന്നത്തെ ഒരു പള്ളിപ്പുര ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ ഞങ്ങളെ കാണുകയും ഞങ്ങളോട് സംസാരിക്കുകയും വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കട്ടെന്ന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് ആ പാസ്റ്ററിനെ ഞങ്ങൾ വീട്ടിലോട്ട് കയറ്റാറില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരണ്ട എന്ന് പല പ്രാവശ്യം അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തെ വിടുകാറുണ്ട്. എന്നാൽ അദ്ദേഹം വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരും. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ പള്ളിയിൽ പോയിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വീടുണ്ട്, അവർ വളരെ പ്രശ്നത്തിലാണ്, നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകാൻ. ഒന്നാമത്തെ കാരണം ഞങ്ങൾക്ക് ഈ ബെന്തിക്കോസിനോട് ഭയങ്കര എതിർപ്പാണ്. എന്നാലും ഒരു ദിവസം അദ്ദേഹം വന്ന് നിർബന്ധമായിട്ട് ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോഴേ ഒരു ചെറിയ ആശ്വാസം ആ രോഗത്തിൽ ഞങ്ങൾക്കുണ്ടാകുവാനിടയായി തീർന്നു. ആ ആശ്വാസം ഉണ്ടായപ്പോൾ എൻ്റെ വീട്ടുകാർക്കെല്ലാം ഒരു ചെറിയ സന്തോഷമുണ്ടായി. കാരണം വീണ്ടും പ്രാർത്ഥിക്കണമെന്ന്. എനിക്കതിനോട് ഒട്ടും താല്പര്യമില്ല.
എന്താണ് എനിക്ക് താല്പര്യമില്ലാത്തതിന് കാരണം എനിക്ക് ഈ മന്ത്രവാദം ചെയ്യുന്നതിൽ ഒരു ഭാഗത്തൊരു ചെറിയ സന്തോഷമുണ്ട്, അതിൽ അറിയപ്പെടുന്ന ആളായിട്ട് മാറാൻ പറ്റും എന്ന് മനസ്സിലൊരു താല്പര്യമുണ്ടായി. എന്നാൽ ഇദ്ദേഹം വീണ്ടും വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥിച്ചപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഇതൊരു ശമനം ഉണ്ടായിക്കൊണ്ട് ഒരു വ്യത്യാസം വന്നുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ഈ പാസ്റ്റർ പറഞ്ഞു, പള്ളിപ്പുരയിലേക്ക് അവരെ കൊണ്ടുവരണം, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അപ്പോൾ പൂർണ്ണ സൗഖ്യം ഉണ്ടാകുമെന്ന് പറയാനിടയായി. അപ്പോൾ അതനുസരിച്ച് അവരെ പള്ളിപ്പുരയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴേ എന്നാൽ നമുക്കറിയാം, അന്ന് നിലയിൽ ഒരു പിശാചായിരുന്നു അവർ ബാധിച്ചു കൊണ്ടിരുന്നത്. ആ പിശാച് എന്ന് പറഞ്ഞാൽ ആകാശഗന്ധർവൻ എന്ന് പറയുന്ന പിശാച് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇളകിക്കഴിഞ്ഞാൽ ആകാശത്തിലുമല്ല തറയിലുമല്ലാത്ത നിലയിലാണ് ഇതങ്ങോട്ട് ഇളകി, രോഗം വരുമ്പോഴേ ഇളകി ആകെ പ്രശ്നം ഉണ്ടാക്കുന്നത്. പ്രാർത്ഥിച്ചു, അവർ സഭയായി പ്രാർത്ഥിച്ചു, ആ രോഗം പൂർണ്ണമായിട്ട് വിട്ടുമാറി. വന്ന് അവരും ഇങ്ങോട്ട് പറഞ്ഞു, യേശു കർത്താവിനെ രക്ഷകൻ കർത്താവുമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുവാനായിട്ട് പറഞ്ഞു. ഞങ്ങളങ്ങനെ യേശു കർത്താവ് രക്ഷകൻ കർത്താവുമായിട്ട് ഞങ്ങളെല്ലാവരും സ്വീകരിച്ചു. ഞങ്ങൾ ദൈവമക്കളായി മാറി. മാത്രമല്ല എൻ്റെ പിതാവും ആ സമയത്ത് തന്നെ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മദ്യപാനം മാറി. അദ്ദേഹം ഒരു ദൈവ പൈതലായിട്ട് മാറി, ദൈവത്തെ സേവിപ്പാനിടയായി തീർന്നു. മാത്രമല്ല എൻ്റെ സഹോദരങ്ങൾ ഞങ്ങളെല്ലാവരും ഈ യേശു കർത്താവിനെ കണ്ടുമുട്ടി ദൈവമക്കളായി മാറി. അതുവരെ ഞങ്ങളുടെ ജീവിതത്തിലില്ലാത്ത സന്തോഷവും സമാധാനവും ഞങ്ങൾക്കുണ്ടായി, ഒരു പ്രത്യാശ ഞങ്ങൾക്കുണ്ടായി. മാത്രമല്ല വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഈ ഇങ്ങനെ മുന്നോട്ട് വന്നെങ്കിലും എനിക്ക് അറിയപ്പെടുന്ന ഒരാളായി മാറണം എന്നുള്ള ഒരാഗ്രഹം വീണ്ടും എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ അതെനിക്ക് അങ്ങോട്ട് പൂർത്തിയാക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇതിലും സാധ്യമല്ല എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ ദൈവത്തെ സേവിച്ചു, ദൈവത്തെ ആരാധിച്ചു, ദൈവമക്കളായി തീർന്ന് ദൈവത്തിന് വേണ്ടി നിന്നു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് കടന്നു പോകും. ഞാൻ സ്നാനപ്പെട്ടു. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ എൻ്റെ ഹൃദയത്തിലൊരാഗ്രഹം, വീണ്ടും എനിക്ക് അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറണം എന്ന ആഗ്രഹം ഉണ്ടായിട്ട് വിദേശത്ത് പോകണമെന്ന് താല്പര്യമുണ്ടായി. വിദേശത്ത് പോയി അന്നത്തെ കാലത്ത് എന്തെങ്കിലും ജോലി ചെയ്ത് പണമുണ്ടാക്കി ആ നിലയിലെങ്കിലും ഒരു അറിയപ്പെടുന്ന ആളായിട്ട് മാറാൻ ആഗ്രഹിച്ചു. അത് ഞാൻ ഞങ്ങളുടെ സഭയിൽ പറഞ്ഞു. ഞങ്ങളുടെ ചർച്ചക്കാരെല്ലാം എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. എല്ലാ ക്രമീകരണവും ചെയ്തപ്പോൾ ഒരു ദിവസം രാത്രിയിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു. എന്നെ വിളിച്ചിരിക്കുന്നത് മോശ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിപ്പാൻ തിരഞ്ഞെടുത്തതുപോലെ ഞാൻ നിന്നെയും വിളിച്ചിരിക്കുന്നു എന്ന് എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു. ആ ദൈവശബ്ദം ഞാൻ കേട്ടപ്പോൾ ആ സമയത്ത് തന്നെ എന്നെ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുവാനിടയായി തീർന്നു. സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതോടൊപ്പം ആ സഭയോടൊപ്പം നിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനിടയായി തീർന്നു. അങ്ങനെ ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവകൃപയോടുകൂടെ ഞങ്ങൾക്ക് മുന്നോട്ട് വരുവാനിടയായി തീർന്നു. ശേഷമാണ് ഞാൻ വിവാഹം കഴിയുവാനിടയായി തീർന്നു. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം 3 മക്കളെ ഞങ്ങൾക്ക് ദാനമായി നൽകി. 3 പെൺപിള്ളാരാണ്. അവരെയും പഠിച്ചു, അവർ വളർന്നു, അവരും കെട്ടിച്ചു. അവരും ഇന്ന് സുവിശേഷ വേലയോടെ ബന്ധത്തിലായിരിക്കുന്നു. ഞങ്ങൾക്കും ഇന്ന് ആ സുവിശേഷ വേലയോടെ ബന്ധത്തിൽ നിന്ന് കർത്താവിനെ സേവിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. ജീവിതത്തിൻ്റെ പ്രത്യേകത, പണ്ട് ആൾക്കാർ പറയാറുണ്ട്, കൊണ്ടാടുന്ന ദൈവം തന്നെ കുടിയെ കെടുക്കുമെന്നാണ്. ഞങ്ങൾ സേവിച്ചു കൊണ്ടിരുന്ന അന്യ ദൈവങ്ങൾ തന്നെ ഞങ്ങളെ കുടിയെ കെടുത്തു, ഞങ്ങളുടെ സമാധാനമില്ലാതെയാക്കി, ഞാൻ നഷ്ടപ്പെടുത്തി. മാത്രമല്ല എന്നോടൊപ്പം എന്നെ മന്ത്രവാദത്തിൽ കൊണ്ടുപോയി അറിയപ്പെടുന്ന ആളാക്കി മാറ്റാമെന്ന് പറഞ്ഞ എൻ്റെ ആ പ്രിയ സഹോദരൻ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവനും തകർന്നു പോകാനിടയായി തീർന്നു. മക്കൾ തകർന്നു പോകാനിടയായി തീർന്നു. സഹോദരങ്ങൾ ആത്മഹത്യ ചെയ്യുവാനിടയായി തീർന്നു. പക്ഷേ ഈ യേശുവിനെ കണ്ടുമുട്ടുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതുകൊണ്ട് ദൈവം ഞങ്ങളെ ഇന്ന് നിർത്തിയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത്. അന്നൊരു വലിയ ആളായി തീരേണ്ട മോഹമാണെങ്കിലും അത് നടന്നില്ലെങ്കിലും ഇന്ന് കർത്താവിനെ സേവിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ദൈവം ഭാഗ്യം നൽകി. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ
ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ആ യേശുക്രിസ്തുവിൻ്റെ നാമമാണ് ഞങ്ങളെ ഇന്നും നിലനിർത്തുവാനിടയായി തീർന്നിരിക്കുന്നത്. ആ നാമത്തിൽ ആര് കടന്നു വരുമോ, ആശ്രയിക്കുമോ, ആ ദൈവം ആരെയും കൈവിടത്തില്ല, ആരെയും ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്, ആ കർത്താവ് നിങ്ങളെയും സ്നേഹിക്കുകയാണ്. ആ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ആ വിളി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ ദൈവത്തിൻ്റെ ആശ്വാസം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവം നമ്മെ സഹായിക്കും, നമ്മെ നടത്തും, നമ്മളെ ആരെ കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല. ആ കർത്താവിൽ ആരാശ്രയിക്കുവാൻ, ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് ആര് കടന്നു വരുന്നുവോ അവരെല്ലാവരെയും ആരെയും കർത്താവ് കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, നമ്മെ സഹായിപ്പാൻ മതി. അതുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലും സമാധാനമില്ലാതെ സന്തോഷമില്ലാത്തവരായി സ്വസ്ഥതയില്ലാത്തവരായിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ യേശു കർത്താവിനെ കണ്ടുമുട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, പ്രത്യാശയുണ്ടാകും. ഈ ലോക ജീവിതം അല്പകാലം മാത്രമാണ്. അത് കഴിഞ്ഞാൽ നിത്യത സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് ഞങ്ങൾക്ക് ആ സന്തോഷമുണ്ട്, ആ ഒരു പ്രത്യാശയുണ്ട്. മാത്രമല്ല ഇന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് എന്ന ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട് കർത്താവിനെ വേല ചെയ്ത് മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളെല്ലാവരും ഈ രക്ഷയുടെ ഭാഗത്തേക്ക് വന്നു, ദൈവത്തെ സേവിക്കുന്നു. എൻ്റെ അനുജൻ അദ്ദേഹം ഒരു സഭയുടെ പാസ്റ്ററാണ്. അവരും കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിന്ന് കുടുംബമായിട്ട് വളരെ സന്തോഷിക്കുവാൻ വകയുണ്ട്. അതിനോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള വാക്കോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.